വണ്ടി നാളേക്ക് വേണം. നല്ല ഒന്നാന്തരം വീട്, കുറഞ്ഞത് 1 ലക്ഷം കട്ടെങ്കിലും കയറി കാണും. താങ്ക്സ്. யார் நீ? ஏன் வந்தேன்? எதுக்கு வந்தேன்? என்ன பார்க்க வந்தேன்? சொல்லடா, சொல் சொல் சொல். കടുവയെ പിടിച്ച് കിടുവാന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ നേരിൽ കണ്ടു. അറിയാവുന്ന തമിഴ് വെച്ച് കാച്ചിക്കോ. ഉള്ള പോണം, അമ്മ പാക്കണം. എതുക്ക്? രക്തം, കഫം, മലം, മൂത്രം, ചൊറി, ചെരങ്ങ, പുഴുക്കടി, അപസ്മാരം, ആസ്മ, ആണുരോഗം, മന്ദ, ഗ്യാസ് ട്രബിൾ, ധാതുക്ഷയം, ബലക്ഷയം, ഇമാതിരി എല്ലാവിധ പൈത്യത്തിനും പറ്റുന്ന ഒത്തമൂലി ഇരിക്കും സാർ. ഓ, അപ്പൊ മൊബൈൽ മെഡിക്കൽ കോളേജാണല്ലേ? ഇവിടുത്തെ അമ്മാവക്ക് ഇന്തമാതിരി അസുഖങ്ങളൊക്കെ ഇരിക്കുന്നു ആര് പറഞ്ഞു? ഉള്ള വിടുങ്കോ, തിരുമ്പി വരുമ്പോൾ ഞാൻ உங்களுக்கு എയ്ഡ്സ് മരുന്ന് ഫ്രീ ആയിട്ട് തരും. മെലിയാതിരിക്കാനുള്ള മരുന്നുണ്ടോ തന്റെ? ഇരിക്കു സാർ. എങ്കിൽ അത് കുറച്ചെടുത്ത് ഇവന് കൊടുക്ക്. ആദ്യം എന്റെ മെലിച്ചിലെ മാറ്റും, എന്നിട്ട് എന്റെ എയ്ഡ്സ് മാറ്റാം. കോപിക്കതയ്യ, കൊഞ്ചം ഉള്ള വിടുക. വിടമാട്ടൻ. പരിചയമില്ലാത്ത ആരെ അകത്തോട്ട് കയറ്റി വിടരുന്ന സാറ് പറഞ്ഞിരിക്കുന്നത്. ലാടന്റെയും കോടാങ്കിയുടെ ഒക്കെ വേഷത്തിൽ കള്ളന്മാരും പിള്ളേരെ പിടുത്തക്കാരും ഇറങ്ങിയിരിക്കുന്ന കാലമായത്. സാർ அப்படி ஒண்ணும் சொல்லாதீங்க. நாங்க வந்து ஒரிஜினல் ലാഡേഴ്സ്. സർട്ടിഫിക്കറ്റ് എടുക്കാ. ഒറിജിനൽ ലാടനാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റോട്ട് വാ, എന്ന അകത്തേക്ക് വിടുന്ന കാര്യം പരിഗണിക്കാം. അരുന്ധതി നായർ. നാങ്ക വരട്ടുമാ? വരണ്ടാന്നല്ലേ പറഞ്ഞു ഇത്ര നേരം? നാങ്ക പോട്ടുമാ? എന്നാ ഇറങ്ങി പോടോ. ഇതാര് കാപ്പിരികൾ ഇവരിത്ര പെട്ടെന്ന് അങ്ങോട്ട് പോയി? കളിക്കാൻ അങ്ങോട്ട് മാറിയില്ല മനുഷ്യ. സോറി, ഞാൻ എന്തോ ആലോചനയിലാണ്ട് പോയി. തോട്ടക്കാരൻ എന്തിനാ ആവശ്യമില്ലാതെ ആലോചിക്കുന്നത്? ഇതിന് മുമ്പ് വന്ന തോട്ടക്കാരനെ പറഞ്ഞു വിട്ടതേ ഈ ആലോചനയുടെ പേരില. അയ്യോ, എങ്ങോട്ട് പോകുന്നു? അതൊരു തോട്ടക്കാരൻ അറിയേണ്ട കാര്യമില്ല. കാലം അത്ര നല്ലതല്ല. അവിവാഹിതകളും സുന്ദരികളുമായ സ്ത്രീകളെ വശീകരിച്ച് വിദേശത്തേക്ക് കടത്താൻ ചില കള്ളന്മാർ വേഷം കെട്ടി ഇറങ്ങിയിട്ടുണ്ട്. കാര സൂക്ഷിക്കണം. അത് ഞാൻ നോക്കിക്കോളാം. സിറ്റൗട്ടി വെച്ചിരിക്കുന്ന ഇൻഡോർ പ്ലാന്റിന്റെ ഇലയ്ക്ക് ഒരു വാട്ടമുണ്ട്. വാര ഓടിച്ച് നിൽക്കാതെ ചെന്ന് അതിന്റെ വാട്ടം തീർക്കാൻ നോക്ക്. ചെല്ല്. ഏലക്കാരിയ കൊച്ചമ്മയുടെ ഭാവ. തോട്ടക്കാരനോട് അവർക്ക് പുച്ഛമാണ്. സാരമില്ല, താഴെ വന്നല്ലേ സമ്മാനം മേടിക്കാൻ നോക്കൂ. വാ, നമുക്ക് പിന്തുടരാം. എടാ, അവളെ കണ്ടിട്ട് ഒറ്റ നോട്ടത്തിൽ നിനക്ക് എന്ത് തോന്നുന്നു? നല്ല ആലുവ കട്ട പോലെ ഉണ്ട്. തലയിൽ കളിമണ്ണ് മാത്രമുള്ള നിന്നോട് ചോദിച്ച എന്നെ വേണം പറയാൻ. തെണ്ടി. താങ്ക്സ്. അവളിപ്പോ എങ്ങോട്ടാ പോകുന്നത്? മുമ്പോട്ട്. ആഹാ, നല്ല ബെസ്റ്റ് കട്ട. നിന്റെ 16 അടിയന്തരത്തിന് വച്ച് കത്തിക്കാം. നമ്മൾ അരുന്ധതി നായരുടെ പുറകെ ഇങ്ങനെ നടന്നിട്ട് എന്ത് പ്രയോജനം? എടാ തെണ്ടി, അവൾ എങ്ങോട്ട് പോകുന്നു, ആരെ കാണുന്നു, ആരൊക്കെയായിട്ട് സംസാരിക്കുന്നു എന്ന് നമുക്ക് ഇപ്പൊ തന്നെ മനസ്സിലായിക്കൂടെ? അത് ശരിയാ. പിന്നെ മലയാളം സംസാരിക്കുന്ന 2 ലാടന്മാര് കുറെ നേരമായിട്ട് എന്നെ പുറകെ നടക്കുക. ആൾമാറാട്ടക്കാരാണെന്ന് തോന്നുന്നു. എവിടെ? അങ്ങനെ പോകാൻ വരട്ടെ. ഇന്ദ്രപ്രസ്ഥത്തിലെ സെർവന്റെ പിന്നാലെ കൂടിയിട്ട് കുറച്ചു നേരം ആയല്ലോ. എന്താ പ്രശ്നം? സർവന്റോ? അത് இந்த பொண்ணை குறிச்சு எங்களுக்கு ஒண்ணுமே தெரியாது. நாங்க புதுசா வந்த லாடேஸ். ஆமா, മലയാളത്തിൽ പറഞ്ഞാൽ മതി. അതെ, കേരളാവിൽ വന്നിട്ട് തമിഴ് പേശുന്നത് ശരിയല്ല. നിങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ സംശയത്തോടെ നോക്കുന്നത് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ലാടവേഷത്തിൽ വന്ന് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അവരുടെ കിഡ്നി എടുത്ത് കരിഞ്ചന്തയിൽ വൻവിലയ്ക്ക് വിൽക്കുന്ന ഒരു സംഘം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അത്തരം സംഘങ്ങളിൽ മെമ്പർഷിപ്പുള്ള ലാടന്മാരല്ല ഞങ്ങൾ. ഞങ്ങളുടെ പൂർവികർ ചെയ്തിരുന്ന പോലെ കൊടുങ്കാടുകളിൽ കയറി ഇറങ്ങി പച്ചില മരുന്നുകൾ പറിച്ച് അത് ഇടിച്ചു പിഴിഞ്ഞ് മരുന്നുണ്ടാക്കാൻ മെനക്കെടാതെ SG ഫാർമസിയിൽ നിന്നും കോട്ടക്കൽ ആര്യവൈദ്യശാലയിൽ നിന്നും മരുന്നുകൾ വാങ്ങി വീട് വീടാന്തരം ചില്ലറ വിൽപ്പന നടത്തുന്ന ലാടവർഗത്തിന്റെ യുവജന വിഭാഗത്തിൽപ്പെട്ടവരാണ് ഞങ്ങൾ. മനസ്സിലായോ? ഇന്ദ്രപ്രസ്ഥത്തിലെ ഈ സർവന്റിന്റെ പിന്നാലെ ഞങ്ങൾ ചുറ്റിയത് മറ്റൊന്നുമല്ല. ഈ കുട്ടിക്ക് മുടി തീരെ കുറവാണ്. മുടി തഴച്ച് വളർന്ന ഒരു സിദ്ധൌഷധം ഞങ്ങളുടെ പക്കലുണ്ട്. ആമത്തയിലും ചേർത്തുണ്ടാക്കിയ ഒരു അപൂർവം മരുന്ന്, അത് കൊടുക്കാനാണ് ഞങ്ങൾ ഈ കുട്ടിയുടെ പിന്നാലെ കൂടിയത്. നിങ്ങൾ പറയുന്നത് സത്യമാണോ? എന്താ എന്താ ഇവിടെ പ്രശ്നം? നിക്കടവിടെ.
അവിടെ നിൽക്കാനാ പറഞ്ഞു. കൂടെ ഉണ്ട്. എടാ, തുണി കഴിഞ്ഞടാ, തുണി കഴിഞ്ഞോ? എടാ, നിക്കടാ. എടാ, ഈ കുന്തവും കൊലുന്ന് പിടിക്കാൻ മര്യാദക്കാണ് നിന്നാ. എടാ, നിക്കാൻ. വാ. ചൂടാ 2 ചായ കൂടന്നെ. ഇവിടെ 2 ചായ കൊടുക്ക്. അതൊന്നും പ്രാശനല്ലേ? ആശാനത് ഞങ്ങളാ. ഓ, നിങ്ങളെന്താ ഈ വേഷത്തിൽ ഇവിടെ? ആശാനെന്താ ഇവിടെ? ഇതേ എന്റെ ഒരു പരിചയക്കാരന്റെ കടയാ. കൈക്കൊരു വ്യായാമം കിട്ടാൻ വേണ്ടി വെറുതെ ചായ അടിച്ച് സഹായിക്കുക. ചായയുടെ നല്ല വ്യായാമമാ. വെറുതെ കിടന്ന് ഉരുളാതെ ആശാനെ. ആശാന്റെ കംപ്ലീറ്റ് ബയോഡാറ്റ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. കിട്ടിയല്ലേ? ആ ഉരുളി എന്ത് ചെയ്യും? അതെ, ഞാനിവിടെ പണയം വെച്ചിരിക്കുക. നാട്ടിക്കല്ലേ, ഞാനത് എടുത്തു തരാം. വേണ്ട, ഉരുളി തിരിച്ചു കിട്ടാൻ അമ്മ ഒരുപാട് നേരത്തെ നടന്നിട്ടുണ്ട്. അതെ, ദൈവം തന്നെ അങ്ങ് എത്തിച്ചോളൂ. അയ്യോ, തൽക്കാലം ആശാൻ കഴിക്കാൻ പറ്റിയ എന്തെങ്കിലും കൊണ്ടുപോവാ. കടപ്പലകാരൻ നിന്നിട്ട് കുറെ നാളായി. അതെ, പൊറോട്ടയും കോഴിക്കറിയും പോരട്ടെ. അത് കൊണ്ടുപോവാ. പ്രതികാരം ചെയ്യാണല്ലേ? തത്തപ്പ് കൊണ്ടുവാ. ഓ, തനിക്ക് സംശയം തോന്നിയെങ്കിൽ പ്രഭാവതി ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അവളോട് പറയാമായിരുന്നില്ലേ? അതാ ഞാനും ചോദിക്കുന്നത്. സാറും കൊച്ചമ്മയും പറയുന്നത് ശരിയാ. പക്ഷെ എനിക്ക് ആ നേരത്ത് അതിനൊന്നും തോന്നിയില്ല. കൊച്ചമ്മയ്ക്ക് പുറത്തു പറയാൻ കൊള്ളാത്ത പല അസുഖങ്ങളും ഉണ്ടെന്ന് ആ വല്യലാടം പറഞ്ഞപ്പോഴേ എനിക്ക് എന്റെ സമനില തെറ്റി. പിന്നെ ഞാൻ ഈ ഏരിയയിലുള്ള വേറെ ഒരു വീട്ടിലും അവർ ചെന്നിട്ടില്ല. ഞാൻ ഫോൺ ചെയ്ത് അന്വേഷിച്ചു. ആ, അപ്പൊ അവന്മാർ ഇവിടെ തന്നെ വന്ന് അകത്ത് കയറാൻ നിർബന്ധം പിടിച്ചിട്ടുണ്ടെങ്കിലേ എന്തോ ഉദ്ദേശിച്ചിട്ടുണ്ട്. അത് ശരിയാ. അല്ലെങ്കിൽ അവന്മാര് സെർവന്റിന്റെ പിന്നാലെ പോകേണ്ട കാര്യം എന്താ? ആ, നീ അവളെ ഒന്ന് വിളിച്ചേ. നീ എവിടെ പോന്നു? കുക്കിംഗ് ശ്രദ്ധ പതിപ്പിച്ചിരിക്കുമ്പോ അനാവശ്യമായിട്ട് എന്നെ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യില്ലെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ക്ലാരേ, അയ്യേ, എന്റെ മൂഡ് പോയി. എന്തിനാ എന്നെ വിളിച്ചത്? ആ ലാടന്മാരെ ക്ലാര ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? അയ്യോ ഇല്ല, ഇതെന്റെ കടിഞ്ഞൂൽ കാഴ്ചയാ. അവര് നിന്നെ തന്നെയാണ് ഫോളോ ചെയ്തെന്ന് ഉറപ്പാണോ? എന്റെ മുടിയെ ഫോളോ ചെയ്ത് വന്നെന്നാണ് ഓടിക്കൂടിയവരോട് അവന്മാര് പറഞ്ഞത്. അതുള്ളതായിരിക്കും. ആരെ ആകർഷിക്കുന്ന കാർഗുന്തളമാണല്ലോ. അതെ, റെഡ് ചില്ലി ചട്ടിന് കുക്കറി കിടക്കുക. അപ്പൊ ലാടന്മാരെ ഡാക്ടർമാരോട് നിന്നാൽ എല്ലാരും പട്ടിണിയാവും. ആ, ക്ലാര വയ്ക്കും. അയ്യടാ. ഉമ്മോ, ഓ, ഇനി പരിചയമില്ലാത്ത ആരെങ്കിലും വന്നാൽ ആ. എന്നോടോ ഇവളോടോ ചോദിച്ചിട്ട് ഗേറ്റ് തുറന്നു കൊടുത്താൽ മതി. ആ. ഇവനെന്തിനാ കരയുന്നത്? ആ, എനിക്കറിഞ്ഞൂടാ. എന്തിനാടോ കരയുന്നത്? ആ, എന്തിനാണെന്ന് എനിക്ക് പറഞ്ഞൂടാ. ഓടോ. ശരി സാർ. ആരെ ആകർഷിക്കുന്ന കാർഗുന്തളമാണല്ലോ. അയ്യോ പ്ലീസ്, ഞാൻ അറിഞ്ഞില്ലേ. സോറി സോറി. ഞാനത് വിശ്വസിക്കുന്നില്ല. വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങളെ പിടിച്ചാണേടാ. എന്നാ പിടിച്ചാണേട്. മിസ്റ്റർ ഗാർണർ, വാക്കുകൾ വളച്ചൊടിക്കരുത്. എന്റെ പേര് ഗാർഡനർ എന്നല്ല. ഓ, ഗാർഡനർ എന്ന് പറഞ്ഞാൽ തോട്ടക്കാരെന്നാണ് അർത്ഥം. അതറിയില്ലേ? അതെന്റെ തൊഴിലാണ്. എനിക്കൊരു പേരുണ്ട്. എന്റെ അപ്പനും വീട്ട പേര്. ഓ, അയ്യോ അറിഞ്ഞില്ല. എന്താ പേര്? ഉമ്മ. എന്താ? ഉമ്മ. അയ്യോ ചേച്ചി. അയ്യോ, എന്തിനാ ചേച്ചി വിളിക്കുന്നേ? പിന്നെ പട്ടാപ്പകൽ അഭിവാഹിതായ യുവതിയുടെ മുഖത്ത് നോക്കി ഉമ്മ ചോദിച്ചാണോ? അയ്യോ, ക്ലാര എന്നെ തെറ്റിദ്ധരിച്ചു. ഞാൻ ഉമ്മ ചോദിച്ചതല്ല. പിന്നെ? അത് ചോദിക്കത്തക്കുള്ളൊരു ബന്ധം നമ്മൾ തമ്മിൽ ഉരുത്തിരിഞ്ഞ് വരട്ടെ, എന്നിട്ട് ചോദിക്കാം. ഇപ്പൊ ഞാൻ എന്റെ പേര് പറഞ്ഞതാ, ഉമ്മച്ചൻ. ഉമ്മന്ന് വിളിക്കും. എന്നാ ഉമ്മൻ അങ്ങ് ചെല്ല. വെള്ളം തലയെ താഴ്ന്ന് ഉമ്മന് തുമ്മല് പിടിക്കാതെ ചെന്ന് കുളിക്കാൻ നോക്ക്. ദേഷ്യത്തിലാണോ? അതെ. നമ്മൾ തമ്മി ഇങ്ങനെ കീരിയും പാമ്പും പോലെ കഴിയേണ്ട വല്ല കാര്യമുണ്ടോ? ഞാൻ ഇവിടുത്തെ ഗാർഡനർ, ക്ലാര കുക്ക്. ഒരേ സ്കെയിലിൽ ശമ്പളം പറ്റുന്ന അടിസ്ഥാന വർഗമാണ് നമ്മൾ. പോരാത്തതിന് 2 സത്യക്രിസ്ത്യാനികൾ. യോജിച്ചു നിന്നാൽ നമുക്ക് പല കൊടുക്കൽ വാങ്ങലുകളും നടത്താം. അടുക്കളയും ആരാമവുമായിട്ട് വലിയ അകലൊന്നും ഇല്ലല്ലോ. എന്നുവെച്ചാ? അല്ല, ഞാൻ ആരാമത്തിൽ നിന്നും ആന്തൂറിയം പറിച്ച് ക്ലാരയ്ക്ക് തരുന്നു. പകരം അടുക്കളയിൽ നിന്ന് അവലോസുണ്ട ഉണ്ടാക്കി ക്ലാര എനിക്ക് തരുന്നു. പരസ്പരം വിശ്വാസത്തോടു കൂടിയുള്ള ഒരു കൈമാറ്റം. അവലാശം ഉണ്ടാക്കി തരാൻ ഞാൻ ഇവിടുത്തെ വെറും സേർവനാണെന്ന് വിചാരിച്ചു. ആ. മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കറസ്പോണ്ടൻസ് കോഴ്സ് കുക്കിംഗ് 1-ാം കൂടെ പാസ്സായവളാണ് ഞാൻ. എന്റെ മഷ്റൂം സൂപ്പ് കഴിച്ചിട്ടുണ്ടോ? അയ്യോ ഇല്ല. ആ, കഴിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ബാലിശോട് സംസാരിക്കില്ലായിരുന്നു. കുക്കിങ്ങിൽ ഡിപ്ലോമയും ഡിപ്ലോമസിയും നേടിയ ഞാൻ അവിടെ കിടക്കുന്നു. ചെടിക്ക് കുഴിതുകൊണ്ടെന്ന് നിങ്ങൾ അവിടെ കിടക്കുന്നു. അയ്യേ, തെങ്ങിനും കവുങ്ങിനും ഒരേ തളപ്പിടരുത്. ഇതിനെ തളയ്ക്കാൻ ചങ്ങല വേണം. ഉമ്മൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഞാൻ തളർന്നു പോയി എന്ന് പറഞ്ഞതാ. ആ, കറക്റ്റ്. ഹായ് ഡാഡി. ആഹാ, നിങ്ങളിങ്ങ് എത്തിയോ? ഡാഡി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഇനി എത്താൻ പാഞ്ഞു വരികയായിരുന്നു ഞങ്ങള്. ഏതായാലും സമയത്ത് ഇങ്ങ് എത്തി. ഡേയ്, അരുന്ധതി നായർ. ഞാൻ അങ്ങോട്ട് വരികയായിരുന്നു.
ഇതേതാ കാറ്? സ്റ്റേഷനിൽ പിടിച്ചാണ്? അല്ല അങ്കിൾ, ഗുരുവായൂരിന്നൊരു ലിഫ്റ്റ് കിട്ടി. ഞങ്ങൾ സുഖമായിട്ട് ഇങ്ങ് പോന്നു. കാറിലാണ് പുറപ്പെടുന്നതെന്ന് എന്നെ ഇൻഫോം ചെയ്യാത്തത് എന്താ? വഴിക്ക് ഒന്ന് രണ്ടിടത്തുനിന്ന് നമ്പർ ട്രൈ ചെയ്തതാ. ലൈൻ കിട്ടണ്ടേ? അനന്തപത്മനാഭൻ. ഓ സോറി, ഒരാളെ പരിചയപ്പെടുത്താൻ മറന്നു. മിസ്റ്റർ പ്രേം, ഇത് മിസ്റ്റർ പ്രേംശങ്കർ. കല്യാണ സ്ഥലത്ത് വെച്ച് പരിചയപ്പെട്ടതാ. പുള്ളിയെ ഞങ്ങൾക്ക് ലിഫ്റ്റ് തന്നത്. മനസ്സിലായല്ലോ, ഡാഡിയാ. നമസ്കാരം സാർ. ഇവനാരാ? സാറിനെ കുറിച്ച് ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. എന്റെ ഒരു ഫ്രണ്ടിന്റെ ഫാദർ സാറിന്റെ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. എന്താ പേര്? സോറി, പേരറിയില്ല. ശരി സാർ, പിന്നെ കാണാം. താങ്ക് യു വെരി മച്ച്. വെൽക്കം. ഡാഡി മാറ്, ഞാൻ ഭാമയെ ഡ്രോപ്പ് ചെയ്തിട്ട് വരാം. ഡ്രൈവ് ചെയ്തതെന്ന് ഡോക്ടർ പറഞ്ഞ കാര്യം മോള് മറന്നു. ബാമേ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വാ. വരട്ടെടി, ബൈ. അന്വേഷണത്തിന്റെ ആരംഭഘട്ടത്തിൽ തന്നെ ഒരു സത്യം ബോധ്യമായി. അരുന്ധതിക്ക് ഒരു കാമുകനുണ്ട്. കാറിൽ കയറ്റിക്കൊണ്ട് വന്നു എന്ന് വെച്ച് അയാൾ കാമുകനാവണമെന്നുണ്ടോ? ഒരു ബന്ധമില്ലാത്ത ഒരു പുരുഷന്റെ കൂടെ ഒരു യുവതി ഗുരുവായൂരിൽ നിന്ന് ഇവിടം വരെ കാറിൽ യാത്ര ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരു യുവതി അല്ലല്ലോ, 2 യുവതികളില്ലേ? ഉം. കാമുകനായിരുന്നെങ്കിൽ പിന്നെ തന്തപ്പടി മുമ്പ് ചെന്ന് ചാടുമോ? കറക്റ്റ്. ഞാൻ വിചാരിച്ച പോലെയല്ല, നിന്റെ തലയ്ക്കകത്ത് മുഴുവൻ കളിവണ്ണല്ലടാ. താങ്ക്സ്. അപ്പൊ തന്നെ ആ ടാക്സിയെ ഫോളോ ചെയ്തിരുന്നെങ്കിൽ പ്രേംശങ്കർ എവിടെയാ താമസിക്കുന്നത് എന്ന് എന്നെ കണ്ടുപിടിക്കാമായിരുന്നു. സാരമില്ല, ഒരബദ്ധം ആർക്കും പറ്റും. നാളെ തന്നെ അവന്റെ ബാക്ക്ഗ്രൗണ്ടും ബയോഡേറ്റയും ഫുൾ ആയിട്ട് കണ്ടുപിടിക്കണം. പിന്നെ ബാക്ക്ഗ്രൗണ്ട് കണ്ടുപിടിക്കുമ്പോ ആ. അവിടെ ഇഷ്ടിയേക്ക് പറ്റിയ മണ്ണുണ്ടോന്ന് കൂടി നോക്കണം. ഉം. ഉം. അയാളുടെ പേരെന്താ മോള് പറഞ്ഞത്? ആരുടെ? മോക്ക് ലിഫ്റ്റ് തന്നില്ലേ അയാളുടെ? പ്രേംശങ്കർ. കല്യാണ സ്ഥലത്ത് വെച്ച് അയാൾ ഇങ്ങോട്ട് വന്ന് പരിചയപ്പെടുകയായിരുന്നു. അതെ. എന്താ ഡാഡി? അല്ല, ഒന്നും ഉണ്ടായിട്ടല്ല. അത്ര പരിചയമില്ലാത്ത ഒരാള് പെട്ടെന്നൊരു ലിഫ്റ്റ് ഓഫർ ചെയ്യുമ്പോ അയാളുടെ ഇന്റൻഷൻ എന്താണെന്ന് അറിയാതെ ആ ഓഫർ സ്വീകരിച്ചത് അത്ര ശരിയായില്ല എന്നാണ് ഡാഡിയുടെ അഭിപ്രായം. വേണ്ടെന്ന് ഞാൻ പലവട്ടം പറഞ്ഞതാ. ഭാമ നിർബന്ധിച്ചിട്ടാ. അവൾക്ക് അയാളെ നേരത്തെ അറിയാമായിരുന്നു? ഇല്ല, പക്ഷെ അയാൾ വളരെ മാന്യമായിട്ടാ ഞങ്ങളോട് പെരുമാറിയത്. മാത്രമല്ല, ആ ടാക്സി ഡ്രൈവറെ ഭാമയ്ക്ക് വളരെ അടുത്തറിയാം. ആ ധൈര്യത്തിലാ ഞങ്ങൾ കയറിയത്. ഗുഡ് നൈറ്റ് ഡാഡി. കാറി കേറി. ഞാനൊന്നും കാണുന്നില്ല. ഇപ്പൊ കാണാമോ? കേറ വണ്ടിയില്. ആ മാരുതിയെ ഫോളോ ചെയ്യേ. Come on, chase. വേഗം. Come on, hurry up. ഒന്ന് വേഗം വിടറോ. അത് മാരുതി ഡാക്ടറയാ. പെട്ടെന്നാവട്ടെ. ഇതാരുടെ വീടാ? സംശയമെന്ത്? പ്രേംശങ്കറിനെ തന്നെ. അവരവിടെ എന്തൊക്കെയാണ് സംസാരിക്കുന്നത് ഞാൻ ഒളിഞ്ഞിരുന്ന് ശ്രദ്ധിക്കാം. നീ വണ്ടി തന്നെ വെയിറ്റ് ചെയ്താൽ മതി. ഓക്കെ? ഓക്കെ. അയ്യേ. മേഡം, ഒരാൾ. ആരാത്? ഉണ്ണികൃഷ്ണനെ കാണുന്നില്ലല്ലോ. ഇനി വല്ല അപകടവും പറ്റിക്കാണോ? ഞാനൊന്ന് നോക്കിട്ട് വരാം. ഇവിടെയൊന്നും ഇല്ലടി. വാ. ഉണ്ണികൃഷ്ണ, ഉണ്ണി. ദേ വേറൊരുത്തൻ. പിടിക്കണേ.
പെണ്ണുങ്ങളെ കുറിച്ചുള്ള എന്റെ സങ്കല്പങ്ങളൊക്കെ തെറ്റി. ആണുങ്ങളുടെ പുറത്തു കയറി വ്യായാമം ചെയ്യും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. നീ എന്തിനാ ഇപ്പൊ അങ്ങോട്ട് കയറി വരാൻ പോയത്? കട്ടവരെ കിട്ടിയില്ലെങ്കിൽ കണ്ടവരെ തല്ലുന്ന കാലാണെന്ന് നിനക്ക് അറിഞ്ഞൂടെ? സാരമില്ല, ഇത്രയല്ലേ പറ്റിയുള്ളൂ. എന്റെ ചാരിത്രം നഷ്ടപ്പെട്ടില്ലല്ലോ, അത് എന്നെ ഭാഗ്യം. അയ്യോ എന്റെ അമ്മോ! എന്താ അസുഖം? ഓ, അസുഖമൊന്നുമില്ല. പ്രഷർ ഒന്ന് ചെക്ക് ചെയ്യാൻ വന്നതാ. ഞാൻ നിങ്ങളുടെ വീടിന്റെ ഗേറ്റ് വരെ വന്നിട്ടുണ്ട്, അരുന്ന് ഡ്രോപ്പ് ചെയ്യാൻ. ഇനി ഒരു ദിവസം വരുന്നുണ്ട്, വിശദമായിട്ട് എല്ലാവരും ഒന്ന് പരിചയപ്പെടാൻ. അതിന്റെ ഒന്നും ആവശ്യമില്ല, ഇപ്പൊ തന്നെ പരിചയപ്പെട്ടില്ലേ. എന്നാ ഞാൻ വരട്ടെ. ആ. പോവാം. അതിന്റെ പുറകെ വിട്ടോ. കമോൺ ഇതൊക്കെ മതി. മലേഷ്യ ടൂറിസ്റ്റ് ഹോം. സത്യം പറഞ്ഞ സോറി പറയാൻ കൂടിയാ പ്രേമിനെ ഞാൻ ഇങ്ങോട്ട് ക്ഷണിച്ചത്. എന്തിന്? ഹോസ്പിറ്റലിൽ വെച്ച് മമ്മിയുടെ പെരുമാറ്റം എനിക്ക് തീരെ ഇഷ്ടമായില്ല. മറ്റുള്ളവരോട് ഇടപെടുന്ന കാര്യത്തിൽ മമ്മിയും ഡാഡിയും കണക്കാ. അതുകൊണ്ടാണല്ലോ ഞാൻ അധികം സംസാരിക്കാഞ്ഞത്. വേറൊന്നും തോന്നരുത്, ഇവളെ കുറിച്ച് വലിയ ക്യൂരിയോസിറ്റിയാ രണ്ടുപേർക്കും. അതുകൊണ്ടാ. എനിക്ക് ഫീൽ ചെയ്തിട്ടൊന്നുമില്ല, അതോർത്ത് വിഷമിക്കണ്ട. നുണഞ്ഞോണ്ടിരിക്കാതെ വേഗം കഴിക്ക്. അരമണിക്കൂറിനുള്ളിൽ തിരിച്ചേൽപ്പിക്കാന്ന് പറഞ്ഞ് ഇറക്കിക്കൊണ്ട് പോന്നതാ. സമയം തെറ്റിയ പിന്നെ പ്രഭയാന്റി എന്നെ കോമ്പൗണ്ടിൽ പോലും കയറ്റില്ല. അത്രക്ക് സ്ട്രിക്റ്റ് ആണോ അരുന്ധതിന്റെ മമ്മി? മമ്മി മാത്രോ, വീട്ടിൽ നിൽക്കുന്ന സെർവന്റ് ക്ലാര വരെ സ്ട്രിക്റ്റാ. പിന്നെ അത് കൊള്ളാം. നിനക്ക് കുറച്ച് കൂടുന്നുണ്ട്. ഓക്കെ, see you. ആ. വരട്ടെ. Mr. Prem Shankar, 1 minute, please. ആരാ മനസ്സിലായില്ലല്ലോ? I am Professor Ramavarma. ഡിഗ്രി ക്ലാസ്സിൽ അരുന്ധതിയുടെ പ്രൊഫസറായിരുന്നു. അതിന് SSLC കഴിഞ്ഞപ്പോൾ അരുന്ധതി പഠിത്തം നിർത്തിയല്ലോ. അയ്യോ, അത് ഞങ്ങൾ അറിഞ്ഞില്ല. യു ആർ കറക്റ്റ്. ഞാൻ ആ കുട്ടിക്ക് വീട്ടിൽ നിന്ന് കോച്ചിങ് കൊടുക്കുകയായിരുന്നു. മിസ്റ്റർ പ്രേം ശങ്കർ എന്ത് ചെയ്യുന്നു? ഞാൻ ജോൺസൺ ആൻഡ് ജോൺസന്റെ ഏരിയ മാനേജറാണ്. ഓഹോ, നിങ്ങളും അരുന്ധതിയും തമ്മിലുള്ള ബന്ധം, ഐ മീൻ എന്റെ പേഴ്സണൽ റിലേഷൻഷിപ്പ്? അങ്ങനെ പേഴ്സണൽ മാറ്റേഴ്സ് തുറന്ന് സംസാരിക്കാനുള്ള ബന്ധമൊന്നും നമ്മൾ തമ്മിലില്ലല്ലോ. ഓഫ് കോഴ്സ്. പക്ഷേ ആ കുട്ടിയുടെ ഫാദർ ഇന്ദ്രപ്രസ്ഥത്തിൽ അനന്തപത്മനാഭൻ എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. നിങ്ങൾ എന്തിനാണ് എപ്പോഴും അവളുടെ പിന്നാലെ ഈ ക്രാബ് പശുവിന്റെ പുറകെ ചുറ്റുന്ന പോലെ ചുറ്റുന്നു എന്നറിയാൻ. അല്ലേ അസിസ്റ്റന്റ് മിസ്റ്റർ കുഞ്ചു? സത്യം പറ, tell me who are you? I am CID ഉണ്ണികൃഷ്ണൻ BA. എന്തിന്? കള്ളം പറഞ്ഞല്ല, ഒറിജിനൽ ഏരിയ. എന്നാ ഞാൻ ആരാണെന്ന് അറിയാം. അറിയാം, അവളുടെ പുറകെ മണപ്പിച്ചിറക്കുന്ന ഒരു തിണ്ടി. അല്ല, CID പ്രേം ശങ്കർ MA LLB. കൂൾ ഡൗൺ മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ. നിങ്ങളെപ്പോലെ തന്നെ മറ്റൊരു ഉദ്യോഗാർത്ഥിയാണ് മിസ്റ്റർ പ്രേം ശങ്കർ. നിങ്ങൾക്ക് തന്ന അതേ ഫയൽ തന്നെയാണ് മിസ്റ്റർ പ്രേം ശങ്കറും അന്വേഷിക്കുന്നത്. ഇത് ഭയങ്കര വൃത്തികേടായി പോയി സാർ. ഒരു കേസ് അന്വേഷിക്കാൻ രണ്ടുപേരോ? മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കഴിവാണ് ഇവിടെ പ്രധാനം. ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിലേ അന്വേഷണത്തിനൊരു കോമ്പറ്റീഷൻ ഉണ്ടാവും. അന്വേഷണം പൂർത്തിയാക്കി ഫയൽ ആദ്യം ആര് സമർപ്പിക്കുന്നുവോ അവർക്ക് ജോലി കിട്ടും. സർ, എന്റെ അന്വേഷണം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. ഈ ജോലിക്ക് വേണ്ടി വെറുതെ ആരും മഞ്ഞു കൊള്ളണമെന്നില്ല എന്ന് തന്നെ എനിക്കും പറയാനുള്ളൂ. അരുന്ധതിയുടെ പിന്നാലെ വെറുതെ പ്രേമം നടിച്ച് നടക്കാൻ നിന്നെ കൊണ്ടൊക്കെ പറ്റൂ. അന്വേഷണം പൂർത്തിയാക്കി ഫയൽ ആദ്യം ആര് സമർപ്പിക്കുന്നു എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അവളെ സംബന്ധിക്കുന്ന രഹസ്യങ്ങളുടെ 75% എന്റെ ഫയലിലായി കഴിഞ്ഞു. ബാക്കി 25% കണ്ടുപിടിക്കാൻ എനിക്ക് വെറും 24 മണിക്കൂർ മതി. എന്നാൽ അടുത്ത 20 മണിക്കൂറിനുള്ളിൽ ഫയൽ ഞാൻ സബ്മിറ്റ് ചെയ്യുന്നത് നിനക്ക് കാണണോ? കാണണം, കാണണോ? കാണാം. കാണാം. വേണ്ട, ഇവിടെ വെച്ച് തർക്കം വേണ്ട. ആദ്യം അന്വേഷണം പൂർത്തിയാക്കുന്നവർക്ക് ജോലി. നിങ്ങൾക്ക് പോവാം. പോവുകയാണ് സാർ. അതിന് മുമ്പ് ഒരു കാര്യം അറിഞ്ഞാൽ കൊള്ളാം. ആ പെണ്ണിനെ കുറിച്ച് അന്വേഷിക്കാൻ ഞങ്ങളെ മാത്രമേ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളൂ, അല്ല ഇനി പുതിയ ആരെങ്കിലും ലാൻഡ് ചെയ്യോ? സോറി, അത് ഞാൻ പറയാൻ മറന്നുപോയി. ഈ അസൈൻമെന്റ് തന്നെ മറ്റൊരാൾ കൂടെ കൊടുത്തിട്ടുണ്ട്. ആർക്ക്? വൺ മിസ്റ്റർ KU കോശി.
ഐ എം സി ഡി ഉമ്മൻകോശി MAML ഫ്രം ഉമേനല്ലൂർ. ലാടവേഷവും കാമുക വേഷവും കെട്ടി ആരും വെറുതെ വേഷവിധാനങ്ങൾക്ക് കാശ് കളയണമെന്നില്ല. ഒരു തോട്ടക്കാരന്റെ വെറും സിമ്പിൾ വേഷത്തിൽ രഹസ്യങ്ങളുടെ ചുവട് വെട്ടിക്കളച്ചിട്ടിരിക്കുകയാണ് ഞാൻ. ഇനി ഇത് തടുത്തുകൂട്ടി വളമിടേണ്ട കാര്യമേ ഉള്ളൂ. അപ്പോയിന്റ്മെന്റ് ഓർഡർ ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചോളൂ സാർ. ഭീഷണി വേണ്ട. തോട്ടക്കാരന്റെ തൊഴിൽ തന്നെ തുടർന്നും ചെയ്യേണ്ടി വരില്ലെന്ന് ആര് കണ്ടു? CID പണി ആമ്പിള്ളേര് ചെയ്യും. അതെ, ആമ്പിള്ളേര് ചെയ്യും. രണ്ടുപേരും അതിന് തിളപ്പിച്ച വെള്ളത്തിൽ കുറച്ച് തേയില മേടിച്ചിട്ട് കട്ടൻ ചായ കുടിക്കാം. അന്വേഷണത്തിന്റെ ക്ഷീണം തീരും. ക്ഷീണിക്കുന്ന ആരാണെന്ന് കാണാം. വരുന്നിടത്ത് വെച്ച് കാണാം. Okay, then we shall meet at the battlefield, my dear friends.